ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാക്രമ മത്സരത്തിലെ പുതിയൊരു കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പള്ളിക്കൂദാശ കാലം. ഈ പള്ളിക്കൂദാശ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. യേശുനാഥൻ തൻ്റെ സഭയെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കാലഘട്ടമാണ് ഈ പള്ളിക്കൂദാശ കാലം. ഏറ്റവും മനോഹരമായ വായനകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തന്നിരിക്കുന്ന 4 വചനഭാഗങ്ങളാണ്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നും, രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും, മൂന്നാമത്തെ വായന കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായത്തിൽ നിന്നും, അവസാനം സുവിശേഷത്തിൽ നിന്ന് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവുമാണ്. ഈ 4 വായനകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആരാധനാക്രമ കാലഘട്ടത്തിൽ നമ്മെ നയിക്കുവാനും പ്രചോദിപ്പിക്കുവാനും ഉതകുന്ന ഏറ്റവും മനോഹരമായ കാര്യം. വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ഈ 4 വായനകളിലും നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ വായനയിൽ ദൈവം തൻ്റെ സാന്നിധ്യം തൻ്റെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് സമാഗമ കൂടാരത്തിന്റെ ഒരുക്കത്തെക്കുറിച്ചും ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചും ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ തൻ്റെ അയോഗ്യതയെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ ദൈവം തൻ്റെ സാന്നിധ്യം അവനിലേക്ക് നൽകുന്നതാണ് രണ്ടാമത്തെ വായന. ദൈവം ചോദിക്കുകയാണ്, ആരാണ് എനിക്ക് വേണ്ടി പോകുക? ആരെയാണ് ഞാൻ അയക്കുക? യെശയ്യാ പ്രവാചകന്റെ മറുപടി, ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്നാണ്. നമ്മുടെ കുറവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും ബോധ്യവാന്മാരായിക്കൊണ്ട് യേശുനാഥന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം നമ്മളെ തൊട്ട് സുഖപ്പെടുത്തുമെന്നും നമ്മുടെ ജീവിതത്തിന് വേണ്ട കരുതലും കാവലും ഒരുക്കുമെന്നും നമ്മെ ശുദ്ധീകരിക്കുമെന്നും യെശയ്യാ പ്രവാചകന്റെ വായനയിലൂടെ തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ വായനയിൽ പൗലോസ്ലീഹ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് എല്ലാത്തിനേക്കാളും ഉപരിയെന്ന്. ഈ 3 വായനകളുടെ പരിസമാപ്തിയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടെത്തുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നാം വായിക്കുക. യേശുനാഥൻ ചോദിക്കുന്ന 2 പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക? രണ്ടാമത്തെ ചോദ്യം, ഞാൻ നിനക്ക് ആരാണ് എന്നുള്ളതാണ്. യേശുനാഥന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായി ശിഷ്യന്മാർ നൽകുന്ന ഉത്തരം ഇതാണ്. അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അപ്പോഴാണ് യേശുനാഥൻ അവരോട് ചോദിക്കുക, ഞാൻ നിനക്ക് ആരാണ് എന്ന്. അതിനുള്ള ഉത്തരമാണ് യേശുനാഥൻ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുക. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അവർ എന്നെക്കുറിച്ച് എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് പഴിചാരിയാലും, എന്ത് കുറ്റം വിധിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ നിനക്ക് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതിന് മറുപടിയായി പത്രോസ്ലീഹ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസം ഏറ്റുപറയുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? യേശുനാഥൻ തൻ്റെ സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയെ ദൈവപിതാവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനായി ആഗതനാകുമ്പോൾ ഈ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമൊക്കെ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഇപ്രകാരമുള്ള ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കൽ ഒരു വികാരിയച്ചൻ തൻ്റെ ഇടവകയിൽ മഴ ലഭിക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുകയാണ്. ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് തയ്യാറാക്കി. വൈകുന്നേരം അതിശക്തമായ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ, അതിശക്തമായ പ്രാർത്ഥന വേണം മഴ ലഭിക്കുവാനായി. അതിനുവേണ്ടി ദിവ്യകാരുണ്യമൊക്കെ എഴുന്നള്ളിച്ചു വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒത്തിരിയേറെ പേര്, കാരണം ഒത്തിരി നാളുകളായി മഴ ലഭിച്ചിട്ട്, അപ്പോൾ ഒത്തിരിയേറെ പേര് പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ വരുന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ വികാരിയച്ഛൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ കുടയുമായി വന്നത്? ആ കുട്ടിയുടെ മറുപടിയാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ചിന്തിപ്പിക്കേണ്ടത്. തിരിച്ചു പോകുമ്പോൾ നല്ല മഴയുണ്ടാകും. ആ മഴയത്ത് തിരിച്ചു പോകണമെങ്കിൽ എനിക്കൊരു കുട വേണ്ടേ? സ്നേഹമുള്ളവരെ, ഈ ഒരു നിഷ്കളങ്കമായ വിശ്വാസം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം പടുത്തുയർത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹമുള്ളവരെ, കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുക? നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ,
നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന അനുഭവ സാക്ഷ്യമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.